സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് മോഡ്യൂൾ 1 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നോട്ട് എഴുതി പോണേ. ഓക്കെ, നമ്മൾ പറഞ്ഞു സിഗ്നൽ പ്രോസസ്സിംഗ്, അതായത് എന്താണ് ASP ആൻഡ് DSP. രണ്ടായാലും നമുക്ക് എന്താണ് സിഗ്നൽ അനാലിസിസ്. അതായത് സിഗ്നൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടത്താനായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ഇതിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. നമുക്ക് സിഗ്നൽ അനാലിസിസ് ചെയ്യേണ്ട വൺ മെത്തേഡ്, ദാറ്റ് ഈസ് ഒന്ന് ഫോറിയർ സീരീസ്. ഷോർട്ടായിട്ട് എഴുതി പൊക്കോ. ഒന്ന് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, മനസ്സിലായോ? സിഗ്നൽ അനാലിസിസ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ്, ദാറ്റ് ഈസ് ഫോറിയർ സീരീസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കേൾക്കാനോ കാണാൻ പറ്റുന്നില്ലാത്ത എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ? ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്നൽ അനാലിസിസ് ഫോറിയർ സീരീസും ഫോറിയർ നിങ്ങളിത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്ത് കണ്ടീഷൻ വരുമ്പോഴാണ് സീരീസും ട്രാൻസ്ഫോം യൂസ് ചെയ്യാറ്? ഫോറിയർ സീരീസ് എപ്പോഴാണ്? വെൻ സിഗ്നൽസ് ആർ പീരിയോഡിക്. ഓക്കെ, സിഗ്നൽസ് പീരിയോഡിക് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഫോറിയർ സീരീസ് പൊതുവെ യൂസ് ചെയ്യാറ്. എന്നാൽ ട്രാൻസ്ഫോമോ നേരെ ഓപ്പോസിറ്റ്സ്, അതായത് ആ പീരിയോഡിക് കണ്ടീഷനിൽ, അതായത് പീരിയോഡിക് അല്ല എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഒരു ടേബിൾ പോലെ വരച്ചോ. ഫോറിയർ, അതായത് നമുക്ക് 2 ടൈപ്പ് അനാലിസിസ്, അതായത് കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം. ഓക്കെ, ഇതിൽ എന്താണ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഡിസ്ക്രീറ്റ് കണ്ടീഷനിൽ. ആൻഡ് ട്രാൻസ്ഫോം ആണെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, നമ്മളിവിടെ എക്സ് ഓഫ് ടീന് എന്ത് ചെയ്യും? അനാലിസ് ചെയ്യും. പിന്നെ നമുക്ക് തിരിച്ച് എക്സ് ഓഫ് ടി ഇൻപുട്ട് തന്നെ കിട്ടണമെങ്കിൽ, അതായത് വൈ ഓഫ് ടി കിട്ടണമെങ്കിൽ, എക്സ് ഓഫ് ടീനെ വൈ ഓഫ് ടി കിട്ടണമെങ്കിൽ നമുക്ക് CTFT ചെയ്യാം. ഓക്കെ, ആ പീരിയോഡിക് കണ്ടീഷനിൽ. ഇനി നമുക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ ഓൾസോ ഡു ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് ICTFT ചെയ്യാം. ഇൻ ദിസ് കേസ്, ഡിസ്ക്രീറ്റ് കണ്ടീഷൻ, we can transform xn to what? Y of n, and also we can apply the inverse condition, that is we can bring back the x of n using IDFT. Okay, IDTFT, inverse discrete transform, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പം നമുക്കിവിടെ ആവശ്യം എന്താണ്? ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ആൻഡ് അനുശ്രീ, ഇത്രയും മനസ്സിലായോ? നിങ്ങൾ സിഗ്നൽസിൽ പഠിച്ചിട്ടുള്ളതാണ് ഇത്രയും കണ്ടീഷൻ.
മനസ്സിലായോ ഇത്രയും? ഞാൻ അടുത്തതിലോട്ട് പോട്ടെ? ഓക്കെ, നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്. നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ഒരു സിഗ്നല് അനാലിസിസ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് ഡിസ്ക്രീറ്റ് കണ്ടീഷനാണ് മോർ യൂസ്ഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്ക്രീറ്റ് കണ്ടീഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക്കിൽ. അപ്പം ഡിസ്ക്രീറ്റ് കണ്ടീഷനിൽ DTFS ഉണ്ട്, DTFT ഉണ്ട്. ഇതില് ഏതാണ് നല്ലത്? അപ്പീരിയോഡിക്. മിക്ക സിഗ്നലിൽ അപ്പീരിയോഡിക് കണ്ടീഷൻ. അപ്പൊ നമ്മൾ DTFT യൂസ് ചെയ്യും. അപ്പം അതിന്റെ ഇൻവേഴ്സ്, അതായത് എക്സ് ഓഫ് എന്നിനെ വൈ ഓഫ് എന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും, തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് DTFT എന്താ നോക്കാം. ഹെഡിങ് എഴുതിക്കോ, DTFT. ഓക്കെ, നമുക്ക് എന്താണ് എക്സ് ഓഫ് എന്നിന് എന്ത് കണ്ടീഷൻ ആയിരിക്കും DTFT അപ്ലൈ ചെയ്യുമ്പം? ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഓക്കെ, ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയിരിക്കും എക്സ് ഓഫ് എൻ ഇൻ വെൻ വൈൽ അപ്ലൈയിങ് DTFT. ഓക്കെ, വാട്ട് ഈസ് അവർ നീഡ്? അതായത് നമുക്ക് എന്തിനാണ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ എൻ ഡൊമെയിൻ, അതായത് നമ്മുടെ സിഗ്നൽ എൻ ഡൊമെയിനിലാണ് ഇരിക്കുന്നത്, ഡിസ്ക്രീറ്റ് എൻ ഡൊമെയിനിൽ നിന്ന് നമുക്ക് സിഗ്നലിനെ ഒമേഗ ഡൊമെയിനിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് മീൻസ് we are bringing a signal from time domain to complex frequency domain. ഓക്കെ, കോംപ്ലക്സ് ഫ്രീക്വൻസി ഡൊമെയിൻ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സിംപ്ലിസിറ്റിക്ക് നമ്മൾ ടൈം ഡൊമെയിനിൽ കിടക്കുന്ന നമ്മുടെ എക്സ് ഓഫ് എന്നിനെ നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പം എന്താണ് ഇക്വേഷൻ? ഒമേഗ ഡൊമെയിൻ ആണ്, ഫ്രീക്വൻസി ഡൊമെയിൻ ആണ്. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടേണ്ട ഔട്ട്പുട്ട്? ഒമേഗ ഡൊമെയിൻ ആണ്, ഫ്രീക്വൻസി ഡൊമെയിൻ ആണ്. അപ്പം എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? നമുക്ക് എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് എഴുതാലോ, ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, മനസ്സിലായോ? DTFT നമുക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള സിഗ്നൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ്, ഇക്വേഷനൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കണം നോട്ടിൽ. ഓക്കെ, ഇതൊക്കെ ഷോർട്ടായിട്ട് എഴുതിയെടുത്തോ, ഇക്വേഷൻ ഒരു ബോക്സിലാക്കിക്കോ. എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ എന്താണ്? നമ്മുടെ ഇൻപുട്ടാണ്, ഡിസ്ക്രീറ്റ്. എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് എഴുതാലോ. നമുക്ക് എക്സ് ഓഫ് എന്നിന് എക്സ് ഓഫ് എൻ ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? 1/2 pi മൈനസ് pi to pi j x of e raised to j omega, e raised to j omega and d omega. Okay, മനസ്സിലായി? ഇത്ര എഴുതിയോ? ഇത് നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനും, അതായത് DTFT വരെ നിങ്ങൾ സിഗ്നൽസിൽ പഠിച്ചതാണ്, നിങ്ങൾ അതൊന്ന് റീഫ്രഷ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഫൈനലി എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറയുന്നത് DTFT ഓഫ് എക്സ് ഓഫ് എൻ, ആൻഡ് എക്സ് ഓഫ് എൻ ഈസ് വാട്ട്? ഇൻവേഴ്സ് ഇൻവേഴ്സ് അല്ലേ, IDTFT ഓഫ് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഇത്ര എഴുതിയോ? ഇവിടെ n ഉണ്ട്, എന്നും കൂടെ എഴുതിക്കോ. ഇ റേസ് ടു ജെ ഒമേഗ എൻ. ഓക്കെ, ഇ റേസ് ടു ജെ ഒമേഗ എൻ.
ഇനി നെക്സ്റ്റ് വൺ, നമുക്ക് നമ്മൾ എന്താണ് നമ്മുടെ ടോപ്പിക് ഡി എസ് പിയിൽ നമുക്ക് ഡി എഫ് ടി ആണ് നമ്മൾ പഠിക്കുന്നത്. ഡി ടി എഫ് ടിയും സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ച ഡി ടി എഫ് ടിന്ന് ഡി എഫ് ടിയിലോട്ട് പോകാനുള്ള റീസൺ എന്താണ്? നിങ്ങൾ ഡി ടി എഫ് ടി വരെ പഠിച്ചു, ഓക്കെ. അതിന്റെ ഇഷ്യൂ എന്താണ്? ദ ഫസ്റ്റ് ഇഷ്യൂ ഈസ് വാട്ട് ദ ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. സിഗ്നൽ ട്രാൻസ്ഫോർമേഷൻ will be in infinite duration. Okay, will be in infinite duration. And second one is that processing will be difficult. Okay, അപ്പം ഡി ടി എഫ് ടിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ വിൽ ബി ഇൻ ഇൻഫൈനറ്റ് ഡ്യൂറേഷൻ ആൻഡ് പ്രോസസ്സിംഗ് വിൽ ബി ഡിഫിക്കൾട്ട്. എന്താണ് പ്രോസസ്സിംഗ് മീൻസ്? ഇൻഫൈനറ്റ് ഡ്യൂറേഷൻ ഉള്ള ഒരു സിഗ്നലാണ്, ഇങ്ങനെ ഇൻഫൈനറ്റ് ഡ്യൂറേഷൻ ഉള്ള സിഗ്നലാണ്, ഇങ്ങനെ ഡിസ്ക്രീറ്റ്. അപ്പം അത് ഇൻഫൈനറ്റ് ഡ്യൂറേഷൻ ആകുമ്പോൾ എന്താണ്? പ്രോസസ്സിംഗ് ഡിഫിക്കൽട്ട് ആവും. ഓക്കെ, therefore we are using DFT. ഓക്കെ, ഡി എഫ് ടിയുടെ പ്രത്യേകത എന്താണ്? വിൽ ബി ഇൻ finite duration. ഓക്കെ, ഇത്ര എഴുതിയോ? ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മള് ഡി ടി എഫ് ടിന്ന് നമ്മൾ ഡി എഫ് ടിയിലോട്ട് വന്നു. ഇനി നമുക്ക് എന്താണ് ഡി എഫ് ടി എന്താന്ന് പഠിക്കാം. ഓക്കെ, ഡി എഫ് ടി നമ്മുടെ ടോപ്പിക് എത്തി. ഡി എഫ് ടി എന്താണ്? ഡി എഫ് ടി നേരത്തെ പറഞ്ഞു, ഡി ടി എഫ് ടിയുടെ ഡ്യൂറേഷൻ ഫൈനൈറ്റ് ആക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഡി ടി എഫ് ടിയിലുള്ള സിഗ്നൽ നമ്മൾ സാമ്പിൾസ് ചെയ്യും. അപ്പൊ എന്താണ്? വി ക്യാൻ റൈറ്റ് ആസ് n ഈക്വലി, അതായത് n ടൈംസ് സാമ്പിളിങ് ചെയ്യും. n ഈക്വലി സ്പേസ്ഡ് സാമ്പിൾസ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. നമ്മുടെ എന്താണ് സിഗ്നൽ? എക്സ് ഓഫ് ഇ റേസ് ടു ഡി ടി എഫ് ടി സിഗ്നൽ ഇൻ എ പീരീഡ് ഓഫ് 2π. ഓക്കെ, ഇത് എഴുതിയിട്ടോ. n ഡി എഫ് ടി is what? n equally spaced samples of capital X of e raised to j omega in a period of 2π. Okay, therefore interval എന്തായിരിക്കും? ഡി എഫ് ടിയുടെ ഇന്റർവൽ എന്തായിരിക്കും? 0 less than or equal to omega less than or equal to 2π. Okay, ഓക്കെ, എഴുതിയോ? From this omega, that is omega will be what? 0 less than or equal to omega less than or equal to 2π. ഒമേഗ എന്ന് പറയുന്ന 0യ്ക്കും 2πയുടെയും ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, therefore we can write omega k. Okay, omega k as 2π by n into k. What is k? 0, 1, 2 up to capital N minus 1. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തോണം നോട്ടിൽ. ഓക്കെ, ഒമേഗ കെ ഈക്വൽ ടു 2π by n ഇൻറ്റു കെ. ഓക്കെ, ഇത്ര എഴുതിയല്ലോ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഡി എഫ് ടി എക്സ് ഓഫ് കെ. ഓക്കെ, എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എന്താണ്? ഡി ടി എഫ് ടി, അതായത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ, where omega is what? 2π by n into k, where k equal to 0, 1, 2 up to n minus 1. ഓക്കെ, മനസ്സിലായോ എന്താണ് ഡി എഫ് ടി? നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ലാസ്റ്റ് പഠിച്ച ഡി ടി എഫ് ടി, അതായത് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഡി ടി എഫ് ടിനെ സാമ്പിൾ ചെയ്യുന്നു
in which interval omega at 2 pi n by n into k times sample ചെയ്യുന്നു where k is 0 1 2 etc up to n minus 1. Okay, therefore x of k equal to x of e raised to j omega into x of e raised to j omega where omega is 2 pi by n into k. ഇത്ര എഴുതിയോ? എന്തേലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ക്ലിയർ ആയിട്ട് പോവാ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഡി എഫ് ടി എന്താന്ന് മനസ്സിലായി. ഓക്കെ, ഡി എഫ് ടിന്ന് നമുക്ക് ഐ ഡി എഫ് ടിയിലോട്ട് പോവാലോ. ഐ ഡി എഫ് ടി ഓൾസോ, അതായത് ഡി എഫ് ടി എന്താണ്? എക്സ് ഓഫ് കെ. ആൻഡ് ഐ ഡി എഫ് ടി നമുക്ക് എക്സ് ഓഫ് കെ. ഓക്കെ, x of k is x of e raised to j omega where omega is 2 pi by n into k. ഓക്കെ, നമുക്ക് ഐ ഡി എഫ് ടിയുടെ ഇക്വേഷൻ എന്ത് എഴുതാം? അപ്പം എക്സ് ഓഫ് കെയുടെ ഇക്വേഷൻ എഴുതിയില്ലല്ലോ എക്സ് ഓഫ് കെ. അപ്പം നിങ്ങളൊരു ബോക്സിലിട്ടോ ഡി എഫ് ടി. ഡി എഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എക്സ് ഓഫ് കെ ഈക്വൽ ടു, നമ്മൾ ഇനി പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻസ് ആണ്. സിഗ്മ എൻ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ ഇസ് ദി sequence, input sequence, e raised to minus j 2 pi by n into k. Okay, okay, and then what is IDFT? IDFT is x of n. X of n equal to 1 by capital N into sigma k. K ആണ്. K equal to 0 to n minus 1 x of k and e raised to j minus illa j 2 pi by n into k into n. ഇതൊരു ബോക്സിലാക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇക്വേഷൻ നമുക്ക് പ്രോബ്ലംസ് ആവശ്യമുണ്ട്. ഡി എഫ് ടി ഈസ് എക്സ് ഓഫ് കെ, ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ ഇൻറ്റു കെ. ആൻഡ് ഐ ഡി എഫ് ടി ഈസ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് 1 ബൈ ക്യാപിറ്റൽ എൻ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ഇ റൈസ് ടു ജെ 2 പൈ ബൈ എൻ കെ എൻ. ഓക്കെ ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡി എഫ് ടിയും ഐ ഡി എഫ് ടി ഇപ്പോൾ സോൾവ് ചെയ്യാനുള്ള സിംപ്ലിസിറ്റിക്ക് നമ്മൾ ഇ റേസ് ടു ടേം, അതായത് ഇതിലുള്ള ഇ റേസ് ടു ടേം, അതിന് നമുക്കൊരു ഒമേഗ എൻ എന്നുള്ളൊരു നൊട്ടേഷൻ കൊടുക്കുക. ഒമേഗ എൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ. ഓക്കെ ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന എഴുതിക്കോ ട്വിഡിൽ ഫാക്ടർ. ട്വിഡിൽ ഫാക്ടർ. ഓക്കെ, എന്തുകൊണ്ടാണ് സിംപ്ലിസിറ്റിക്ക് എന്ന് പറയുന്നത്? നമുക്ക് ഈ ഒമേഗ എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് അറിയാമെങ്കിൽ ദ അനാലിസിസ് വിൽ ബി സിംപ്ലർ. ഓക്കെ, ഇഫ് ദി ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഒമേഗ എൻ ഈസ് നോൺ, then what? Analysis will be simpler. ഓക്കെ, എഴുതിയോ ഇത്രയും? ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്തിട്ടോ. ഇത്ര എഴുതിയല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതായത് ജസ്റ്റ് എഴുതിയിട്ടാൽ മതി. സർക്കുലർ കൺവല്യൂഷൻ ഒക്കെ വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സീറോ പാഡിങ്. എന്താണ് സീറോ പാഡിങ്? സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സീറോ പാഡിങ്? ആരെങ്കിലും പറഞ്ഞേ.
എന്തിനാണ് സീറോ പാഡിംഗ് ചെയ്യുന്നത്? നമുക്കറിയാം DTFTനെ DFTയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സാമ്പിളിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സാമ്പിളിംഗ് ആണ് ചെയ്യുന്നത്. അതായത് x of k equal to x of e raised to j omega n at omega equal to 2 pi by n into k. Okay, where interval is 0 to 2 pi, that is n samples. We are sampling for n samples. Okay, സാമ്പിളിംഗ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? ആരെങ്കിലും പറഞ്ഞ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട്. എന്താണിത്? L equal to 9 ആണ് നമ്മുടെ സിഗ്നൽ. ഓക്കെ, ഡിസ്ക്രീറ്റ് സിഗ്നൽ ലെങ്ത് ഈസ് 9. ഓക്കെ, നമ്മൾ ഇതിനെ സാമ്പിൾ ചെയ്യാണ്. സാമ്പിൾ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? ഫോർ n സാമ്പിൾസ് n ഈക്വൽ ടു, നമ്മൾ രണ്ട് കണ്ടീഷൻ എടുക്കുകയാണ്. ഒന്ന് n ഈക്വൽ ടു 10 സാമ്പിൾസ് ആയിട്ടും, രണ്ടാമത്തെ കണ്ടീഷൻ n ഈക്വൽ ടു ഒരു 7. ഓക്കെ, 7 സാമ്പിൾ ചെയ്യാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ. എന്താണ് ഇപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പം എന്താണ് ഇവിടെ 10 ആണ്. 10 എന്ന് പറയുമ്പോൾ എന്താണ്? L ഈക്വൽ ടു 9 തന്നെ. അപ്പം n ഈസ് ഗ്രേറ്റർ ദാൻ L അല്ലേ ഇവിടെ? ആരെല്ലാം പറഞ്ഞ് n ഈസ് ഗ്രേറ്റർ ദാൻ L അല്ലേ? അപ്പൊ എന്താണ്? ഇൻഫോർമേഷൻ നമുക്ക് നഷ്ടപ്പെടില്ല. there will be no loss in information, or there will be no what overlapping of signals or aliasing. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ സാമ്പിൾ ചെയ്യുമ്പം സാമ്പിൾസിന്റെ എണ്ണം, അതായത് n എന്ന് പറയുന്നത് ലെങ്തിനെക്കാട്ടിലും കുറവാണെങ്കിൽ എന്താണ് അവിടെ? ഓവർലാപ്പിംഗ് സംഭവിക്കും. ഓക്കെ, ഓവർലാപ്പിംഗ്. ഓക്കെ, ഇതൊക്കെ ഷോർട്ടായിട്ട് എഴുതിയെടുത്തോ. ഓവർലാപ്പിംഗ് സംഭവിക്കും, അതായത് ഏലിയാസിംഗ് നടക്കും. ദാറ്റ് ഈസ് ലോസ് ഓഫ് ഇൻഫോർമേഷൻ വിൽ ബി ദർ. ഏലിയാസിംഗ് ഈസ് സീൻ when n is less than L. Okay, therefore to avoid aliasing, what we are adding zeros to the signal. That is സാമ്പിൾസിൽ എന്താണ്? സീറോസ് ആഡ് ചെയ്യും. എത്ര സീറോ ആഡ് ചെയ്യും? ഓർമ്മയുണ്ടോ? എത്ര സീറോ ആഡ് ചെയ്യും? പിന്നെ ഇത് സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എത്ര സീറോ ആഡ് ചെയ്യും? L മൈനസ് n സീറോസ് ആഡ് ചെയ്യും. ഓക്കെ, ലെങ്തിന്റെയും സാമ്പിൾസിന്റെയും ഡിഫറൻസ് എത്രയാണോ അത്രയും സീറോസ് L മൈനസ് n സീറോസ് സാമ്പിൾസിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ടു വാട്ട്? എക്സ് ഓഫ് എന്നിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ ഇത്രയും? അപ്പം നമ്മൾ L മൈനസ് n സീറോസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ? ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഏലിയാസിംഗ് ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? എഴുതിയോ ഇത്രയും? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി നമുക്ക് ട്വിഡിൽ ഫാക്ടറിനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ട്വിഡിൽ ഫാക്ടർ നേരത്തെ പറഞ്ഞ എന്താണ്? ട്വിഡിൽ ഫാക്ടർ WN. ഓക്കെ,
അപ്പൊ എന്താണ് ട്വിഡിൽ ഫാക്ടർ? ഡി എഫ് ടിയുടെ ഇക്വേഷൻ എല്ലാവരും എഴുതിക്കുക. ഡി എഫ് ടിയുടെ ഇക്വേഷൻ എക്സ് ഓഫ് കെ വിൽ ബി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ എൻ മൈനസ് 1 എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ കെ ഇൻറ്റു എൻ. ഇതാണ് ഡി എഫ് ടി. ഓക്കെ ഓക്കെ. ആൻഡ് വാട്ട് ഈസ് IDFT? IDFT IDFT എന്താണ് ഇക്വേഷൻ? എക്സ് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് 1 ബൈ എൻ സിഗ്മ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് കെ ഇ റേസ് ടു ജെ 2 പൈ ബൈ എൻ കെ ഇൻറ്റു എൻ. ഓക്കെ. എന്താണ് നമ്മുടെ ഡബ്ല്യു എൻ ട്വിഡിൽ ഫാക്ടർ? ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ. ഓക്കെ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡി എഫ് ടിക്കും IDFTക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എഫ് ടി എന്താവും? എക്സ് ഓഫ് കെ വിൽ ബി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് എൻ ഡബ്ല്യു എൻ കെ ഇൻറ്റു എൻ. വേർ കെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ 0, 1 up to n minus 1. And when substituting Twiddle factor in IDFT, x of n equal to 1 by n sigma k equal to 0 to n minus 1 x of k wn raised to minus kn. മൈനസ് എന്തുകൊണ്ടാണ് ഇവിടെ? wn മൈനസ് ഉണ്ട്. ഓക്കെ. ഇവിടെ പ്ലസ് ആയിരുന്നു നേരത്തെ IDFTയിൽ. മൈനസ് kn. ഓക്കെ. where n is 0, 1 up to n minus capital N minus 1. ഓക്കെ. എഴുതിയോ ഇത്രയും? എഴുതിയോ? ഓക്കെ. ഇനി അടുത്തത്, നമ്മൾ എന്തിനാണ് ട്വിഡിൽ ഫാക്ടറിലോട്ട് പോയത്? എന്തിനാണ് പോയത്? അനാലിസിസ് സിമ്പിൾ ആക്കാൻ വേണ്ടി. ഓക്കെ. എന്താണ് ട്വിഡിൽ ഫാക്ടർ? ഡബ്ല്യു എൻ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ. ഓക്കെ. നമുക്ക് ഇ റേസ് ടു ടേമിൻ്റെ എന്താണ്? നമുക്ക് രണ്ടായിട്ട് തിരിക്കാമല്ലോ, മാഗ്നിറ്റ്യൂഡും ഫേസ് ടേമുമായിട്ട്. എഴുതിക്കോ. എന്താണ് മാഗ്നിറ്റ്യൂഡ്? ഡബ്ല്യു എൻ magnitude of Twiddle factor Wn will be cos of 2 pi by n minus j sin of 2 pi by n equal to എന്താണ്? 1 ആണ്. ഓക്കെ. ഈക്വൽ ടു 1 ആണ്. 1 ആയിരിക്കും. കാരണം നമ്മുടെ ട്വിഡിൽ ഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് സർക്കിളിന്റെ ചുറ്റുമുള്ള വാല്യൂസ് വെച്ചിട്ടാണ്. ഓക്കെ. ഒരു യൂണിറ്റ് സർക്കിളിന്റെ. ഇനി ഫേസ് ടേം എന്താണ്? ആംഗിൾ ഓഫ് ഡബ്ല്യു എൻ ഈക്വൽ ടു മൈനസ് എന്താണ്? ആംഗിള് മൈനസ് 2 പൈ ബൈ എൻ. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഇനി ഒരു ടേബിൾ എഴുതിക്കും. നമ്മൾ ഒരു 8 പോയിന്റ് കൺസിഡർ ചെയ്യാണ്. നമ്മളൊരു 8 പോയിന്റോ നമുക്ക് കൺസിഡർ. നമുക്കൊരു ഈ ട്വിഡിൽ ഫാക്ടറിന്റെ വാല്യൂസ് അഥവാ ചോദിക്കുവാണെങ്കിൽ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഒരു DFT ഇക്വേഷൻ എഴുതിക്കേ. ഞാൻ എഴുതുന്നില്ല, ഞാൻ ഇത്ര ഒരുപാട് ടൈംസ് എഴുതിയാണ്. എക്സ് ഓഫ് കെ ഈക്വൽ ടു എഴുതിക്കോ സിഗ്മ എൻ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ കെ ഇൻറ്റു എൻ. ഓക്കെ. അതിൽ നമ്മുടെ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ അല്ലേ ട്വിഡിൽ ഫാക്ടർ? ഓക്കെ. അതിൽ നമുക്ക് എന്താണ് DFT ഇക്വേഷൻ എക്സ്ട്രാ വരുന്ന എന്താണ്? കെ ഇൻറ്റു എന്നും കൂടെ ആ ടേമിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കെ എൻ, അതായത് കെ എൻ ടേമിന് നമുക്ക് 6 എന്ന് കൊടുക്കാം. ഓക്കെ. 6 എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ ട്വിഡിൽ ഫാക്ടർ എന്താവും? W8. നമ്മൾ 8 പോയിന്റ് കൺസിഡർ ചെയ്യുന്നുള്ളതുകൊണ്ട് W8R, അതായത് ട്വിഡിൽ ഫാക്ടർ ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ ഇൻറ്റു കെ എൻ അല്ലേ? അപ്പം R. ഓക്കെ. ഓക്കെ. അതെന്താണ്? ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ബൈ എൻ
by n by n into r. Okay. ഇനി മാഗ്നിറ്റ്യൂഡും ഫേസ് വാല്യൂസ്. ഓക്കെ. ഇനി ഓരോ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിച്ച എന്താന്ന്. ട്യൂഡൽ ഫാക്ടർ എന്താന്നുള്ള കണ്ടുപിടിച്ച്. കണ്ടുപിടിച്ച എന്താന്ന്. അതായത് കെ എൻ ഈക്വൽ ടു ആറിന് 0, 1, 2, 3, 4, 5 എക്സെട്ര വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിച്ച എങ്ങനെയാന്ന്. എല്ലാ വാല്യൂസ് കൊണ്ട് ഇതിൽ ഇട്ടുക, മാഗ്നിറ്റ്യൂഡ് ഫേസ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡിന് ഈക്വേഷനും ഫേസിന് ഈക്വേഷനും. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള സിഗ്നൽ സയൻസ് സിസ്റ്റത്തിൽ എഴുതിയെടുത്തോ. ഇത് വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എഴുതിയെടുത്തോ ടേബിള്. കെ എന്നും ട്യൂഡൽ ഫാക്ടറും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫേസ് വാല്യൂസും എനിക്ക് കിട്ടണം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. ഓക്കെ, ഇനി നമുക്കൊരു പ്രൂഫിലേക്ക് പോവാം. നമ്മുടെ സിലബസിൽ പറയുന്നതാണ്. നമുക്കൊരു പ്രൂഫിലേക്ക് പോവാം. DFT as an linear transformation. എഴുതിക്കോ, DFT as an linear transformation. ഓക്കെ, എഴുതിക്കോ. DFT IDFTയുടെ ഫോർമുല എഴുതിക്കോ. DFT എന്താണ്, IDFT എന്താണ്. നമുക്ക് ഇത് എടുത്ത് പറയുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട്. DFT ആസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അതായത് DFT ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, നമുക്ക് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ കാണിക്കണം DFT ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പം DFT IDFTയുടെ ഇക്വേഷൻ ഫസ്റ്റ് എഴുതിക്കോ. DFT എന്താണ്? സിഗ്മ n ഈക്വൽ ടു 0 to n minus 1 x of n e raised to minus j 2 pi n k by capital N, where k equal to 0, 1 up to n minus 1. ഇത് ഇക്വേഷൻ 1. ഓക്കെ. IDFT എന്താണ്? 1 by n എന്താണ്? x of n equal to, ഇത് x of k, 1 by n sigma k equal to 0 to n minus 1 x of k e raised to j 2 pi nk by capital N, and where n equal to 0, 1, 2 up to n minus 1. ഇത് ഇക്വേഷൻ 2. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതി ട്യൂഡൽ ഫാക്ടർ Wn will be e raised to minus j 2 pi by n. എഴുതിയോ ഇത്രയും? ട്യൂഡൽ ഫാക്ടർ Wn equal to e raised to minus j 2 pi by n. ഓക്കെ, ഇത് ഇതിൽ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് Wn in 1 and 2. ഓക്കെ, എന്ത് കിട്ടും? x of k equal to sigma n equal to 0 to n minus 1 x of n Wn kn. ഓക്കെ, എന്താണ് k? 0, 1 up to n minus 1, and x of n equal to 1 by n sigma n equal to 0 to n minus 1 x of k
wn മൈനസ് kn, where n equal to 0, 1 up to n minus 1. ഓക്കെ, ഇത്ര എഴുതിയല്ലോ. ഇത്ര എഴുതിയോ എല്ലാരും? ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്തോ. ഇത്ര എഴുതിയോ? ഓക്കെ. ഇനി നമുക്കൊരു വെക്ടർ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എഴുതിക്കോ. ലെറ്റസ് ഡിഫൈൻ an endpoint vector. Endpoint vector. ഓക്കെ, എന്താണ് എക്സ് ഓഫ് എൻ? ഓക്കെ, ഓഫ് signal sequence. Let us define an endpoint vector x of n of signal sequence and endpoint vector x of n of frequency samples and n by n matrix wn. ഓക്കെ, നമുക്ക് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യണം. ലീനിയർ ആയിട്ട് പ്രൂവ് ചെയ്യണ്ടേ? വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യണം. എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1 അപ് ടു എക്സ് ഓഫ് എൻ മൈനസ് 1. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഇത്ര എഴുതിക്കോ. അറ്റൻഡൻസ് പറഞ്ഞോ.